2 ലക്ഷം. പിന്നെ അല്ല ഇത് കളിയുണ്ടല്ലോ. ഹായ്, എൻ്റെ പേര് ശ്യാം. ഞാൻ തലശ്ശേരിക്കാരനാണ്. ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് റെഡിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ റിലേറ്റീവ്സ് എല്ലാം പറഞ്ഞ് എനിക്ക് ഇങ്ങനെ കഴിവുണ്ട്, അങ്ങനെ എനിക്ക് തീരെ ഫോക്കസ് ഇല്ല, എനിക്ക് അവർ പോവേ വേണ്ടേ. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. വെറുതെ ടൈം നോക്കുന്നതിന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടൈം ഒന്ന് ഹോൾഡ് ചെയ്യേണ്ടിയിട്ട് ഒരു കോഴ്സ് എടുക്കാന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഗ്രാഫിക് ഡിസൈന് ഒരു 3 മാസത്തെ കോഴ്സിന് ചേർന്നു. പിന്നെ പഠിക്കാൻ തുടങ്ങി. ഫസ്റ്റ് വീഡിയോ എഡിറ്റിങ് നോക്കിന്. അതുപോലെ തന്നെ UX ഒരു കോഴ്സ് എടുത്ത്, ഗൂഗിളിൻ്റെ കോഴ്സും കാര്യങ്ങളെല്ലാം എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കോഡിങ് ആയാലും ഇങ്ങനെ കുറേ പഠിച്ച് എല്ലാം മാക്സിമം എഫേർട്ട് ഇട്ട് നോക്കി. ഒന്നും ഒരു ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളില്ല. ആ ടൈമിൽ തന്നെയാണ് ബ്രാൻഡിങ് നോക്കിയത്. ബ്രാൻഡിങ് നോക്കിയ സമയത്ത് റെഡിക്ക് ഇതിൽ കാര്യമായിട്ട് എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലായി. സോഷ്യൽ മീഡിയ എല്ലാം ഡെയിലി പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങളെല്ലാം തുടങ്ങി. ആദ്യം ആരും കാണുന്നില്ല. അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. ജസ്റ്റ് ഞാൻ തന്നെ ചെയ്യുന്ന തോന്നിയാക്കുമ്പോൾ ആർക്കും കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം ആൾക്കാർ കാണാൻ തുടങ്ങി. ഫുള്ള് പോസിറ്റീവ് കാര്യങ്ങളിങ്ങനെ ഓരോരുത്തർ ഡെയിലി മെസ്സേജും കാര്യങ്ങളിലും. അപ്പോൾ കുറച്ച് ടെൻഷനായി. പിന്നെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലയൻറ്റും വരാൻ തുടങ്ങി. സ്പെയിനിൽ നിന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞ് വർക്കും ഇതുപോലെ തന്നെ ഭയങ്കര നൈസാണ്, നമ്മൾ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്നെല്ലാം ചോദിച്ചിട്ട് വന്നു മെസ്സേജ് അയച്ച് ഇൻസ്റ്റയിൽ. ഇവർ ചോദിച്ചു തരും, ഞാൻ ഓക്കെ അങ്ങനെ കാര്യങ്ങളും പറഞ്ഞ്. അപ്പോൾ ഇവർ പറഞ്ഞ് പ്രപ്പോസൽ വേണം. ഞാൻ വെച്ചാൽ അല്ല പ്രപ്പോസലാ, നമ്മൾ ഈ ലോഗോ ഉണ്ടാക്കൽ, ഒരു പേര് തന്നാൽ ലോഗോ, പിന്നെ ഡിസൈനും കാര്യങ്ങൾ, ബാക്കി കളർ പാലറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ ചാറ്റ് ജി പി ടി ഉണ്ടല്ലോ, ചാറ്റ് ജി പി ടി എടുത്തിട്ട് ചാറ്റ് ജി പി ടി ഞാനും ഫുള്ള് സീന് ഹൈലി പ്രൊഫഷണൽ. തിരിച്ചങ്ങോട്ട് റിപ്ലൈ കൊടുക്കൽ വേറെ, ഇതാക്കൽ വേറെ. ഒന്നും നോക്കില്ല. ഞാൻ ചാറ്റ് ജി പി ടി യൂട്യൂബെല്ലാം വെച്ചിട്ട് ഒരു പ്രപ്പോസലൊന്നും നിന്നാന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ആ ടൈമിൽ ബ്രാൻഡിങ്ങിനെ പറ്റി നോ ഐഡിയ. അത് തുടങ്ങിയ ടൈമിൽ ഞാൻ എന്നിട്ട് അടിപൊളി പ്രപ്പോസലല്ലേ എങ്ങനെയെല്ലാം ഒപ്പിച്ച്. എന്നിട്ട് ഇവരോട് അതിന് മുമ്പ് ഇവർ എന്നോട് എന്നിട്ട് പ്രൈസ് വെച്ചാൽ എനിക്ക് പ്രൈസ് കാര്യം ഡീലിംഗ് ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ സെയിം ചാറ്റ് ജി പി ടിനെ വിളിച്ച് ചാറ്റ് ജി പി ടി വെച്ചാലും കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ആദ്യമൊന്നും പ്രൈസൊന്നും പറയാണ്ട് കുറച്ച് ഡിമാൻഡെല്ലാം ഇട്ട് ഫസ്റ്റ് കുറച്ച് ഡീറ്റെയിൽസ് അറിയണം, നിങ്ങൾ അങ്ങനെ ആക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് പ്രൊഫഷണലായി. ഇവർ പറഞ്ഞ് €2,000. ആ 2,000 €. എനിക്ക് ഗൂഗിൾ ചെയ്തു നോക്കുമ്പോൾ 2 ലക്ഷം റുപ്പീസ്. 2 ലക്ഷം. പിന്നെ അല്ല ഇത് കളിയുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചാറ്റ് ജി പി ടി എടുത്ത് പിന്നെയും പോയി ബാക്കി അടുത്ത പണി. എനിക്ക് ബ്രാൻഡിങ്ങിനെ പറ്റി ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചാറ്റ് ജി പി ടി എടുത്ത് ഇങ്ങനത്തെ ഇത് കുറേ പരിപാടിയുണ്ട്, ഇങ്ങനെ പ്രപ്പോസൽ വേണമെന്ന് വെച്ചിട്ട് ആ പ്രപ്പോസലിൽ ഇത്ര പൈസ അന്ന് വെച്ചാൽ കുറച്ച് ഡിസ്കൗണ്ട് പോട്ടെ 1.5 ലക്ഷം പോട്ടെ എന്ന് വെച്ച് പ്രൈസ് 1.5 ലക്ഷം വെച്ച്. പ്രൈസ് 1.5 ലക്ഷം വെച്ച് ഇവർ പറഞ്ഞ് മീറ്റിംഗ് വേണം. ഞാൻ ഗൂഗിൾ മീറ്റ് ഷെഡ്യൂൾ ചെയ്തു. മലയാളം പോലെ മര്യാദയ്ക്കെന്നാ പറയേണ്ടതെന്ന് പോലോട് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ഇംഗ്ലീഷ് പോയിട്ട് സ്പെയിൻ അറിയുന്നവരോട് പോയിട്ട് ഞാൻ എന്തും അറിയണം. അപ്പോൾ ഇങ്ങനെ പ്രോസസ്സിൽ വെറും ബ്രാൻഡിങ്ങിൽ വെറും സ്കില്ല് മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി. മെല്ലെ പിന്നെ റിപ്ലൈ ഒന്നുമില്ല, ഞാനത് ഒഴിവാക്കി. പിന്നെ ആ ടൈമിൽ അപ്പോൾ സ്റ്റക്കായി ഫുള്ള്. എന്നാ ചെയ്യേണ്ടെന്നൊരു ഐഡിയ ഇല്ല. ഇത് എങ്ങനെ ഇത് ഫുള്ള് പഠിക്കേണ്ടതെന്നും കാര്യങ്ങളൊന്നും തിരിയുന്നില്ല. അപ്പോഴത്തേക്കും ഈ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹാക്ക ഡിസൈൻ സ്കൂൾ ആഡ് ആണ് ഓൺലൈനായിട്ട് ബ്രാൻഡിങ് പഠിക്കാൻ. അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നിട്ട് ഞാൻ അവരുടെ ഡെമോ സെഷനും കാര്യങ്ങളും എല്ലാം അറ്റൻഡ് ചെയ്ത് സാധനം ലൈക്കാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നിട്ട് അതിലേക്ക് പോയി. അതിൽ ഡയറക്റ്റ് ജോയിൻ ചെയ്ത് അന്നേരം തന്നെ ജോയിൻ ചെയ്ത് ഞാൻ. അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളും തുടങ്ങി, ബ്രാൻഡിങ്ങിനെ പറ്റി പഠിക്കാനും കാര്യങ്ങളും എല്ലാം തുടങ്ങി. അപ്പോൾ ആക്ച്വലി ഇത് റെഡിക്കൊരു വലിയ സംഭവമാണ്. എന്താ പറയുക, ജസ്റ്റ് എന്തെങ്കിലും അല്ലാണ്ട് ഇതിന് ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ട്രാറ്റജി പാർട്ടാണെങ്കിലും റിസർച്ച് ആണെങ്കിലും ഇതിന് മുമ്പുള്ള മൂഡ് ബോർഡും കാര്യങ്ങളും എല്ലാവരും ഒരു വലിയ പാർട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ആൾക്കാരെ ഹുക്ക് ചെയ്യുന്നതും സ്റ്റോറി ടെല്ലിങ്ങും ഇത് ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്. അതെല്ലാം റെഡിക്ക് ഇവിടുന്ന് എക്സ്പീരിയൻസ് അത് പഠിക്കാനും കാര്യങ്ങളും പറ്റി. മെൻറ്റേഴ്സും കാര്യങ്ങളും എല്ലാവരും അടിപൊളി ചെയ്യാനും കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാവുന്നു എല്ലാം അടിപൊളി പക്കയാണ്. പക്ഷേ എങ്കിൽ എന്താ സീനെന്ന് വെച്ചാൽ വർക്കും കാര്യങ്ങളായതുകൊണ്ട് പ്രൊജക്റ്റ് മുമ്പോട്ട് പോകാൻ കുറച്ച് ഡിലേ വന്നു.
സ്റ്റക്കായിരിക്കുന്ന പോയിൻറ്റ്സും കാര്യങ്ങളും എല്ലാം മനസ്സിലായി. ഇത്ര ദിവസം കിട്ടാത്ത കാര്യങ്ങളുണ്ട്, ആയി കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടി. ഇനി എനിക്ക് പ്രൊജക്റ്റ് തീർക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ നിൽക്കാൻ ഒരു ആവശ്യമില്ല. എനിക്ക് കിട്ടേണ്ട സാധനമായി, ഇൻട്രസ്റ്റ് ഉള്ള സാധനം ബ്രാൻഡിങ് പക്കയായിട്ട് കിട്ടേണ്ട പോലത്തെ കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ റിസൈൻ അടിച്ച് അവിടെ നിന്ന് റിസൈൻ അടിച്ച് നാട്ടിൽ വന്ന് ഇനി എൻ്റെ പ്രൊജക്റ്റ് തീർക്കണം ആ ഒരു മൈൻഡായി. അപ്പോൾ നാട്ടിലെത്തി, ഇനി പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കണം. പ്രൊജക്റ്റ് അപ്പോൾ ആ വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത്. പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ഒരു സ്പോർട്സിൽ അപ്പയർ ബ്രാൻഡിങ്. മാർക്കറ്റിൽ ഇഷ്ടം പോലെ സ്പോർട്സ് അപ്പയറിൽ ബ്രാൻഡിങ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡിങ് ചെയ്തതുണ്ട്, സ്റ്റോറി ടെല്ലിങ് കാര്യങ്ങളും എല്ലാം വെച്ച് ചെയ്യുന്ന ബ്രാൻഡുകളിലുണ്ട്. ഇതിപ്പോൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒരു ഐഡിയ വന്നത്. ഇപ്പോൾ ഏതൊരു സ്പോർട്സ് റിലേറ്റഡ് അത്ലീറ്റും കാര്യങ്ങളും ആരായാലും ഡിസിപ്ലിൻ ആയിരിക്കണമെന്ന് എന്തായാലും ഒരു എയിം ആയിരിക്കും. അതിപ്പോൾ ഒരു ഡിസിപ്ലിൻ ഫോക്കസ് ചെയ്താൽ ചെറിയൊരു ക്രൗഡ് ആയിരിക്കില്ല. ആ ടാർഗറ്റ് ചെയ്യുന്ന മൊത്തത്തിൽ ടാർഗറ്റ് ചെയ്യും. പക്ഷേങ്കിൽ അത് ഫോക്കസ് ചെയ്യുമ്പോൾ ബ്രാൻഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഈ ഡിസിപ്ലിൻ ഇതിലെങ്ങനെ കൊണ്ടുവരുമെന്ന് വെച്ച് കാര്യങ്ങളും ഇതിലെല്ലാം പോകുന്ന സമയത്ത് ഇപ്പോൾ ബ്രാൻഡിന് പേര് വേണം. ആക്ച്വലി ഡിസിപ്ലിൻ എന്ന സംഭവം, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡായി ചെയ്യുന്ന സംഭവമാണ്, സെയിം സംഭവം. അപ്പോൾ ഇതൊരു ആക്ച്വലി ഇന്ന് ചെയ്യുന്നൊരു അടുത്ത സെയിം സിസ്റ്റമാണ്, ഇതൊരു മോർ പരിപാടിയാണ്. അപ്പോൾ ഇത് റിപ്പീറ്റിംഗ് പ്രോസസ്സ് ആയതുകൊണ്ട് ഞാൻ വെച്ച് എന്തുകൊണ്ട് ഇതൊരു മോറിൻ്റെ ലാസ്റ്റ് ഭാഗം റീയും അതിൻ്റെ ഫസ്റ്റ് ഭാഗം മൂവ് കൊടുത്താലും എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ റിപ്പീറ്റിംഗ് പ്രോസസ്സ്. എൻഡിങ് ഇസ് ജസ്റ്റ് ബിഗിനിങ് എന്നുള്ളൊരു ഇത് വന്ന് ഈ ഡിസിപ്ലിൻ പോലെ ജസ്റ്റ് എൻഡിങ് എന്ന് തുടക്കാന്ന് നിർത്തി തുടങ്ങും എന്നുള്ള കോലത്തിൽ റെമോ എന്ന് പേരിട്ട്. അപ്പോൾ മോറെന്ന് അങ്ങനെ ആ പേര് വന്ന് ഡിസിപ്ലിൻ കാര്യങ്ങളിലായിട്ട് ഡിസിപ്ലിൻ കണക്ട് ചെയ്തിട്ട് ഡിസിപ്ലിനെ ബാധിക്കുന്ന എല്ലാ ഡിസ്ട്രാക്ഷനെയും കട്ട് ചെയ്യുന്നൊരു കോലത്തിൽ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ആയിട്ട് മാറ്റി. അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ട് ആ പ്രൊജക്റ്റ് ഒരു അടിപൊളിയായിട്ട് ഫുള്ള് ആ ഒരു തീമിൽ കാര്യങ്ങൾ കൊണ്ടുപോയി റെഡിക്ക് ആ പ്രോസസ്സ് കാര്യങ്ങളും മൊത്തം കൊണ്ടുപോയി. ആദ്യം ഞാൻ സ്റ്റക്കായതൊന്നും ഇല്ല. ഇപ്പോൾ ആ റെഡിക്ക് ആ ഫസ്റ്റ് വീക്ക് തന്നെ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത്. അധികം ആൾക്കാർക്കുള്ള ഡൗട്ടാണ് നമ്മൾ കോളേജ് എടുക്കണോ അല്ലെങ്കിൽ അതൊരു കോഴ്സ് എടുക്കണോ, സ്കില്ല് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് വന്നു വെച്ചാൽ റെഡിക്ക് ഇത് രണ്ടുമല്ല, നമ്മളാണ് റെഡിക്കാർ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നിടത്താണ് കാര്യം. റെഡിക്ക് ഇത് അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്തിനു ഇത് പോകുന്നത്, നമ്മളെ ഡെവലപ്പ് ചെയ്യാനാണ് റെഡിക്ക്. അല്ലാണ്ട് ആടെ പഠിച്ചിട്ട് ഭയങ്കര മാർക്ക് വാങ്ങിയിട്ടൊന്നും കാര്യമില്ല, ഭയങ്കര സ്കിൽ ഇമ്പ്രൂവ് ആയിട്ടും കാര്യമില്ല. ഇപ്പോൾ സ്കില്ലുണ്ടായിട്ട് എന്നാൽ ക്ലയൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിഞ്ഞൂടാ, പിന്നെന്ന കാര്യം. അപ്പോൾ ഇത് വരണമെങ്കിൽ റെഡിക്ക് നമുക്ക് റൈറ്റ് പ്ലേസ് വേണം, റൈറ്റ് എൻവയോൺമെൻറ്റ് വേണം, കറക്റ്റ് പീപ്പിളുടെ അടുത്ത് എത്തണം. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഇവിടുന്ന് ഡിസൈൻ സ്കൂൾ ഹാക്കെന്ന് കിട്ടി. എന്താ പറയുക, ജസ്റ്റ് എല്ലാ കോലത്തിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പാർട്ടായാലും സൈക്കോളജി എല്ലാം ഇത് നമുക്ക് പിന്നെ ഒരു ലിമിറ്റില്ല എക്സ്പ്ലോർ ചെയ്യാനും ക്രിയേറ്റീവ്സ് വരാനും ഭയങ്കര പാർട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് ഈ ബ്രാൻഡിങ്ങിൽ അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളും വന്നു. ഇതൊരു ചെറിയ പരിപാടിയല്ല, ഇതിപ്പോൾ ഒന്നിലൊതുങ്ങി പോകുന്നില്ല. ഇപ്പോൾ ഡിസൈനിങ്ങിൽ ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നതാണെങ്കിൽ അതിനൊരു ലിമിറ്റ് പോലെ, ഇത് അങ്ങനെ ലിമിറ്റൊന്നുമില്ല. ഇതിപ്പോൾ പുതിയ ക്ലയൻറ്റ്, ഒരു പുതിയ പ്രോജക്റ്റും കാര്യങ്ങളും, ഇത് എക്സ്പ്ലോർ ചെയ്യാനും പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. പ്രൊജക്റ്റും വരുന്നുണ്ട്, ഇനിയും നല്ല പ്രൊജക്റ്റ് വരും ഇൻഷാ അല്ലാഹ്. റെഡി ആട്ടെ.